ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് യോഗയാണ് ചെയ്യാൻ പോകുന്നത്. യോഗയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? യോഗയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് യോഗ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബട്ട് ആക്ച്വലി യോഗയെന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനപ്പുറം യോഗയെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പറ്റി തന്നെ അറിയാനുള്ളൊരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് യോഗ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗ ചെയ്യുമ്പോൾ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നമ്മൾ എന്താണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് യോഗയിലൂടെ ലഭിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ നമ്മുടെ മെൻ്റലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും യോഗയിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടാണ് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധശേഷിയൊക്കെ കൂടുന്നതുമൊക്കെ അതിൻ്റെ പാർട്ടായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിൽ രണ്ട് പ്രധാന യോഗാസനാസാണ്. ഒന്നെന്ന് പറയുന്നത് വൃക്ഷാസനയും മറ്റേതെന്ന് പറയുന്നത് ട്രയാങ്കിൾ പോസുമായിരിക്കും. അതായത് വൃക്ഷാസന നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ ട്രയാങ്കിൾ പോസ് അല്ലെങ്കിൽ ത്രികോണാസനയും നമ്മൾ ചെയ്യും. അപ്പോൾ ഈ രണ്ട് യോഗാസനാസം ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു വാമപ്പ് സെഷൻ ഉണ്ടായിരിക്കും. ആ വാമപ്പ് സെഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ രണ്ട് യോഗാസനാസിലേക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് യോഗാസനാസ് ചെയ്യാം. ഓക്കെ, നമ്മൾ നമ്മുടെ യോഗ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ആദ്യം നിങ്ങളുടെ അറ്റൻഡൻസ് ചെക്ക് ചെയ്യാണ്, എല്ലാവരും ഉണ്ടോന്ന്. ക്ലാസ് ഇൻ എ സിംഗിൾ ലൈൻ ഫോർ ഇൻ. ടേക്ക് അറ്റൻഡൻസ് ഫ്രം റൈറ്റ്. ടോട്ടൽ സ്ട്രെങ്ത് ഇസ് 12, സോ 12 അപ്പ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ഈ 12 പേരെ നമ്മൾ 3 ഗ്രൂപ്പായിട്ട് തിരിക്കും. അതായത് 4 പേരുള്ള 3 ഗ്രൂപ്പായിട്ട് തിരിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫ്രം ദി റൈറ്റ് ഫോഴ്സ് കൗണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ 1 2 3 4 1 2 3 4 എന്ന് കൗണ്ട് ചെയ്തല്ലോ. അപ്പോൾ ആദ്യം 1 2 3 4 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്ത് ആദ്യത്തെ 4 പേര് മുമ്പിലേക്ക് വരണം, ഒരു ലൈൻ ഫോം ചെയ്യണം. ഇനി അടുത്ത 1 2 3 4 എന്ന് കൗണ്ട് ചെയ്തവർ അതിൻ്റെ ബാക്കിൽ നിൽക്കുക. അങ്ങനെ നെക്സ്റ്റ് കൗണ്ട് ചെയ്തവർ ഏറ്റവും ബാക്കിൽ നിൽക്കുക. അങ്ങനെ അറേഞ്ച് ചെയ്തല്ലോ. ഇനി 2 arm ഡിസ്റ്റൻസിൽ നിൽക്കണം. അതായത് ഇങ്ങനെ 2 arm ഡിസ്റ്റൻസിൽ കാണാമല്ലോ അല്ലേ? 2 arm ഡിസ്റ്റൻസിൽ നിൽക്കുക. അതായത് ഒരിക്കലും നമ്മൾ എക്സസൈസ് അല്ലെങ്കിൽ നമ്മൾ ആസനാസ് ചെയ്യുമ്പോൾ വേറൊരാളെ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ 2 arm ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മുടെ വാമപ്പ് സെഷനിലേക്ക് പോവുകയാണ്. അതിന് നമ്മൾ ആദ്യം ബ്രീത്ത് ഇൻ എക്സസൈസാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. ഇനി നോർമൽ ബ്രീത്തിങ് നമ്മൾ ചെയ്യുകയാണ്. ഇതൊരു 5 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ഓക്കെ, നോർമൽ ബ്രീത്തിങ്. അപ്പോൾ ആദ്യം ശ്വാസം അകത്തേക്ക് വലിക്കുന്നു, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ശ്വാസം എല്ലാം അകത്തേക്ക് വലിക്കുന്നു, പുറത്തേക്ക്. ഇത് നിങ്ങളൊരു 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, അടുത്ത നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ നമ്മുടെ തമ്പ് നോസിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നു, ബ്രീത്ത് ഇൻ ചെയ്യുന്നു, കുറച്ച് നേരം നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കുന്നു, ദെൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബ്രീത്ത് ഇൻ, ദെൻ ബ്രീത്ത് ഔട്ട്, വീണ്ടും ഇതൊരു 5 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ബ്രീത്ത് ഇൻ, കുറച്ച് നേരം ഹോൾഡ് ചെയ്യുന്നു, ദെൻ ബ്രീത്ത് ഔട്ട്, വീണ്ടും ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയുള്ള ബ്രീത്തിങ് എക്സസൈസാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് നമ്മുടെ ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട്. ഇതൊരു 5 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. സോ ബ്രീത്ത് ഇൻ,
ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. ഓക്കെ, നെക്കിനുള്ള എക്സസൈസാണ്. അതിന് നമ്മൾ അറ്റൻഷനായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നെക്ക് ഒരു സൈഡിലേക്ക് നമ്മൾ തിരിക്കുന്നു. ഇങ്ങനെ കുറച്ച് നേരം ഒരു 20 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. മെല്ലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അതിനുശേഷം മുകളിലേക്ക്. താഴേക്ക്. ഇത് കുറച്ച് പ്രാവശ്യം റിപ്പീറ്റ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ കൈ മേളിലേക്ക് ഉയർത്തി ഇതേ എക്സസൈസ് ചെയ്യണം. അപ്പം നിങ്ങളും എൻ്റെ കൂടെ ഇപ്പം ഞാൻ ചെയ്ത എക്സസൈസ് നിങ്ങളോട് ചെയ്യുക. അപ്പോൾ ആദ്യമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സൈഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പെടലി തിരിച്ച് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക. ദെൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ദെൻ മുകളിലേക്ക് ഹോൾഡ് ചെയ്യുന്നു, ദെൻ താഴേക്ക്. ഓക്കെ, ഇത് കുറച്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ കൈ മുകളിലേക്ക് ഉയർത്തണം. നമ്മുടെ കാലം ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പൊക്കണം. ഓക്കെ, കഴുത്ത് മുകളിലേക്ക് ആക്കുകയും വേണം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ഔട്ട്, വീണ്ടും ബ്രീത്ത് ഔട്ട്. ഇതൊരു കുറച്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ കൈ ഇങ്ങനെ നേരെ നമ്മുടെ മൂക്കിൻ്റെ നേരെ കൊണ്ടുവന്ന് വെക്കുന്നു. അതിനുശേഷം ബ്രീത്തിങ് ചെയ്തുകൊണ്ട് നമ്മുടെ കൈ വശങ്ങളിലേക്ക് വെക്കുക. അതൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വീണ്ടും കൈ ഒരു പൊസിഷനിലേക്ക് ആക്കണം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇതും കുറച്ച് പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ്. അതിന് കൈ രണ്ടും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ക്രോസ് ചെയ്ത് പിടിക്കുന്നു, ബാക്കിലേക്ക് ആക്കുന്നു. അതിനുശേഷം നമ്മുടെ കാല് മെല്ലെ ഉയർത്തി ബ്രീത്ത് ഇൻ ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അതിനുശേഷം വീണ്ടും താഴേക്ക് വന്ന് റിലാക്സ് ആകുന്നു. ദെൻ അഗെയിൻ വീണ്ടും കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുന്നു, ബാക്കിലേക്ക് ആക്കുന്നു. ദെൻ വീണ്ടും കൈ മുകളിലേക്ക് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നു, ബ്രീത്ത് ഇൻ. ദെൻ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട്. വീണ്ടും ബ്രീത്ത് ഇൻ, വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രീത്ത് ഔട്ട്. ദെൻ നേരെ വരുന്നു, ബ്രീത്ത് ഇൻ, ദെൻ റിലാക്സ് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട്. നോർമൽ പൊസിഷനിലേക്ക് വരുന്നു. അടുത്ത നമ്മുടെ ഫിംഗേഴ്സിന് വേണ്ടുന്ന എക്സസൈസാണ്. അത് നമ്മുടെ ഫിംഗേഴ്സ് നേരെ ഇങ്ങനെ പിടിക്കുന്നു. അത് കഴിഞ്ഞ് അകത്തേക്ക് മടക്കുന്നു, പുറത്തേക്ക് നിവർത്തുന്നു, എല്ലാം അകത്തേക്ക് മടക്കുന്നു, പുറത്തേക്ക് നിവർത്തുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. വീണ്ടും റിലാക്സ്ഡ് ആവുന്നു. അടുത്ത നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കാലും നല്ലപോലെ അകത്തി പിടിക്കുന്നു. അതിനുശേഷം നമ്മുടെ രണ്ട് ഫിംഗേഴ്സ് വെച്ച് കാലിൽ ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്ത് ഇതുപോലെ ടച്ച് ചെയ്യുക. മാക്സിമം എത്ര ടച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും ടച്ച് ചെയ്യുന്നു. ദെൻ ബ്രീത്ത് ഇൻ ചെയ്ത് മുകളിലേക്ക് വരിക, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് താഴേക്ക് വരുന്നു. ദെൻ സ്ലോലി റിലാക്സ്ഡ് ആവുന്നു. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നു, ഹോൾഡ് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മെല്ലെ താഴേക്ക് വരുന്നു, റിലാക്സ്ഡ് ആവുന്നു. അടുത്ത് നമ്മുടെ വയറിനുള്ള എക്സസൈസാണ്. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് വയർ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് കഴിഞ്ഞ് റിലാക്സ് ആവുക. അതിനുശേഷം നമ്മുടെ ആംഗിളിനുള്ള എക്സസൈസാണ്. അതിനുവേണ്ടി നമ്മുടെ കൈ ഹിപ്പിൽ ബാലൻസ് കിട്ടാൻ വേണ്ടി വെക്കുന്നു. കാല് നീട്ടി വെച്ചിട്ട്
കാല് മെല്ലെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. വീണ്ടും റിലാക്സ്ഡ് ആവുക. അടുത്ത കാല് പൊക്കി വയ്ക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, റിലാക്സ്ഡ് ആവുന്നു. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വാം സെഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് മെല്ലെ നമ്മുടെ ആസനാസിലേക്കാണ് പോകേണ്ടത്. ഫോർമൽ പാർട്ട് എക്സസൈസിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിവിടെ 2 ആസനാസാണ് ചെയ്യുന്നത്, വൃക്ഷാസനയും അതുപോലെ തന്നെ ത്രികോണാസനയും. അപ്പോൾ വൃക്ഷാസന എന്ന് പറയുമ്പോൾ അത് വന്നിരിക്കുന്നത് വൃക്ഷ എന്നുള്ള സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ്. വൃക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരം അല്ലേ. അപ്പോൾ വൃക്ഷാസന എന്ന് പറഞ്ഞാൽ ട്രീ പോസ് എന്നാണ് അർത്ഥം. ഇത് നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആവാനും നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കാനുമാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സ്പൈനൽ അതുപോലെ ലിഗമെൻറ്റ്സ് ഇതിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും നമുക്ക് വൃക്ഷാസന ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു ആസന ചെയ്യുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഒരു താടാസന പൊസിഷനിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതിയിലേക്ക് വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ താടാസന പൊസിഷനിൽ നമ്മൾ നിൽക്കണം. അതിനുശേഷമാണ് നമ്മൾ ഈ വൃക്ഷാസനയും അതുപോലെ ത്രികോണാസനയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ താടാസന പൊസിഷനിൽ ഞാൻ നിൽക്കുക, അതിനുശേഷം ഞാൻ വൃക്ഷാസനം ചെയ്ത് കാണിക്കാം. അത് നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി, അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ താടാസന പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിങ്ങനെ അടുപ്പിച്ച് വെക്കുക. അതിനുശേഷം നമ്മുടെ 2 കൈയും നമ്മുടെ തുടയിലേക്ക് ചേർത്ത് വെച്ച് നമ്മുടെ ചെസ്റ്റ് അപ്പ് ചെയ്ത് നോർമൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അതാണ് താടാസന എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യാം. ഇതാണ് നമ്മുടെ താടാസന എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമുക്ക് വൃക്ഷാസനം ചെയ്യാം. അതിനുവേണ്ടി ആദ്യമേ നമ്മുടെ നോർമൽ പൊസിഷനിൽ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്നു. അതിനുശേഷം ഞാൻ ഫസ്റ്റ് എൻ്റെ റൈറ്റ് ലെഗ് കീപ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് ലെഗ് എടുത്ത് കാൽപാദം എടുത്ത് തൈസിലേക്ക് ചേർത്ത് വെക്കുകയാണ്. അതൊന്ന് ബാലൻസ്ഡ് ആവണം. ഓക്കെ. ബാലൻസ്ഡ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ എടുത്ത് നേരെ മുകളിലേക്ക് ഇൻഹൈൽ ചെയ്ത് കൊണ്ടുവരിക. കൈ നേരെ മുകളിലേക്ക് ആക്കുക. ഇൻഹൈൽ ചെയ്യുക. സ്ലോലി എക്സൈൽ ചെയ്ത് താഴേക്ക് വരിക. ദെൻ താഴേക്ക് വന്ന് റിലാക്സ്ഡ് ആവുക. ഇപ്പം ഞാൻ എൻ്റെ ലെഫ്റ്റ് ലെഗാണ് മുകളിലേക്ക് വെച്ചത്. ഇനി റൈറ്റ് ലെഗിൻ്റെ ഒരു പാദം എടുത്ത് തൈസിലേക്ക് വെക്കുകയാണ്. അതവിടെ ഹോൾഡായി ഒരു ബാലൻസ്ഡായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൈ നമ്മൾ മെല്ലെ ഇൻഹെയിൽ ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ഒരു നമസ്കാർ പൊസിഷനിൽ കൊണ്ടുവരുന്നു. കൈ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. സ്ലോലി എക്സ്ഹെയിൽ ചെയ്ത് താഴേക്ക് വരുന്നു. റിലാക്സ്ഡ് ആവുന്നു. ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ താടാസന പൊസിഷനിൽ നിൽക്കുക. ഓക്കെ. അതിനുശേഷം കൈ രണ്ടും നിങ്ങളുടെ തുടയിൽ ചേർത്ത് വെക്കുന്നു. അതിനുശേഷം നമുക്ക് സ്ലോലി ചെസ്റ്റ് അപ്പ് ചെയ്ത് നോർമൽ ബ്രീത്ത് എടുക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അതിനുശേഷം നോർമൽ പൊസിഷനിലേക്ക് വരുന്നു. ഇനി അടുത്തത് നമ്മുടെ വൃക്ഷാസന ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലെഗിൽ പാദം തൈസിലേക്ക് കയറ്റി വെക്കുന്നു. അവിടെ ബാലൻസ്ഡ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം കൈ മെല്ലെ ഇൻഹെയിൽ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരുന്നു. എക്സൈൽ ചെയ്ത് താഴേക്ക് കൊണ്ടുവന്ന് റിലാക്സ്ഡ് ആവുന്നു. ദെൻ റൈറ്റ് ലെഗ് എടുത്ത് ഇതിലേക്ക് പാദം വെക്കുന്നു. ഇൻഹെയിൽ ചെയ്ത് കൈ മുകളിലേക്ക് കൊണ്ടുവരുന്നു. എക്സൈൽ ചെയ്ത് താഴേക്ക് വരുന്നു. ദെൻ റിലാക്സ്ഡ് ആവുന്നു. ത്രികോണാസനയാണ് അല്ലെങ്കിൽ ട്രയാങ്കിൾ പോസ്. ത്രികോണ എന്ന് പറയുന്നൊരു സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് ഇത് വന്നത്. ത്രികോണ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ, അങ്ങനെയാണ് ഇതിന് ട്രയാങ്കിൾ പോസ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇത് കോമൺലി നമ്മുടെ ഹിപ്പ് അതുപോലെ നമ്മുടെ ബാക്ക് മസിൽസിനെയൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. നമ്മുടെ സ്പൈൻസിന് വേണ്ടത് ഫ്ലെക്സിബിലിറ്റി തരാനും പറ്റും.
അതുകൂടാതെ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു, നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കി വെക്കുന്നു, നമ്മൾ ഫിറ്റായിരിക്കാനും ഈ ഒരു ട്രയാങ്കിൾ പോസ് നമ്മളെ സഹായിക്കും. അപ്പോൾ അത് ചെയ്യാൻ ആദ്യം നമ്മൾ തടാസന പൊസിഷനിൽ റിലാക്സ്ഡ് ആവുക. കൈ രണ്ടും നമ്മുടെ തൈസിൽ ചേർത്ത് വെക്കുന്നു. ചെസ്റ്റ് അപ്പ് ചെയ്ത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. ഓക്കെ, ഞാൻ കാണിക്കാം, നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ട്രയാങ്കിൾ പോസ് ചെയ്യാൻ റിലാക്സ്ഡ് ആവുക. എന്നിട്ട് നമ്മൾ അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുന്നു. ശേഷം നമ്മുടെ ലെഗ് രണ്ട് മാക്സിമം അകത്തി പിടിക്കുക. ഇതുപോലെ എത്രത്തോളം അകത്തി പിടിക്കുക അത്രത്തോളം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ കൈകൾ രണ്ടും സൈഡിലേക്ക് നമ്മുടെ ഷോൾഡർ ലെവലിൽ വെക്കുന്നു. സ്ലോലി നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഏത് സൈഡിലേക്കാണ് ബെൻഡ് ചെയ്യാൻ പോകുന്നത് ആ സൈഡിലെ നമ്മുടെ ആംഗിൾ, എൻ്റെ കാൽപാദം ഒരു 90 ഡിഗ്രി തിരിക്കുക. അപ്പം ഞാൻ റൈറ്റ് സൈഡിൽ 90 ഡിഗ്രി തിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ബെൻഡ് ചെയ്യുകയാണ്. ബെൻഡ് ചെയ്ത് നമ്മുടെ റൈറ്റ് ലെഗിലേക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡ് നമ്മൾ ടച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് മുകളിലേക്ക് ആക്കണം. ആ ലെഫ്റ്റ് ഹാൻഡിലെ ഫിംഗേഴ്സിലേക്ക് നമ്മൾ നോക്കുകയും വേണം. കുറച്ച് നേരം നോക്കി നിൽക്കണം. അപ്പോൾ നമുക്ക് സ്ലോലി ബെൻഡ് ചെയ്യാം. ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുട്ട് രണ്ടും ഒരിക്കലും ബെൻഡ് ചെയ്യാതെ നോക്കുക. ഓക്കെ, നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി ബെൻഡ് ചെയ്യരുത്. അതിനുശേഷം മുകളിലേക്ക് നമ്മുടെ ഫിംഗേഴ്സിനെ നോക്കുക. കുറച്ച് നേരം നോക്കി അങ്ങനെ തന്നെ നിൽക്കുക. ലെഗ് രണ്ടും നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. മുട്ടൊരിക്കലും ബെൻഡ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം ഇത് ബ്രീത്ത് ഇൻ ചെയ്താണ് നമ്മൾ വന്നത്. ദെൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് നോർമൽ പൊസിഷനിലേക്ക് വരുന്നു. ദെൻ റിലാക്സ്ഡ് ആവുന്നു. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ചെയ്തത്. ഇതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും ചെയ്യണം. നോർമൽ പൊസിഷനിൽ നിൽക്കുന്നു. അതിനുവേണ്ടി കാല് മാക്സിമം എത്ര അകത്തി പിടിക്കാവോ മാക്സിമം അകത്തി പിടിക്കുന്നു. അതിനുശേഷം കൈ രണ്ടും നേരെ നമ്മുടെ ഷോൾഡർ ലെവലിലേക്ക് ആക്കുന്നു. ഇൻഹെയിൽ ചെയ്യുന്നു, ബ്രീത്ത് ഇൻ. ദെൻ നമ്മുടെ ആംഗിൾ നമ്മൾ 90 ഡിഗ്രി തിരിക്കുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള ആംഗിൾ. അതിനുശേഷം ഇൻഹെയിൽ ചെയ്തല്ലോ, ഇനി ബെൻഡ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് ബെൻഡ് ചെയ്യുക. മുട്ട് രണ്ടും മടങ്ങാതെ ബെൻഡ് ചെയ്യണം. ദെൻ നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സിലേക്ക് നോക്കുക വേണം. ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. ദെൻ സ്ലോലി എക്സൈൽ ചെയ്ത് നോർമൽ പൊസിഷനിലേക്ക് വരുന്നു. അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാൻ ചെയ്തു, ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ അറ്റൻഷനായിട്ട് നിൽക്കുന്നു. കൈ രണ്ട് തൈസിൽ വെക്കുന്നു. തടാസന പൊസിഷൻ ചെയ്യാൻ പോവാണ്. എന്നിട്ട് സ്ലോലി എന്ത് ചെയ്യണം, ഇൻഹെയിൽ ചെയ്യുക. നോർമൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. ഓക്കെ, ഇത് താടാസനയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഓക്കെ, റിലാക്സ് ആവുക. ദെൻ റിലാക്സ് ആയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ കാല് നേരെ അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ കാൽ രണ്ട് മാക്സിമം നമുക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ഓക്കെ, കാൽ രണ്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു. അതിനുശേഷം കൈ മുകളിലേക്ക് ഉയർത്തുക. ഓക്കെ, അതിനുശേഷം ഇൻഹെയിൽ ചെയ്യുക. അതിനുശേഷം നമ്മുടെ റൈറ്റ് ആംഗിൾ അത് 90 ഡിഗ്രി തിരിക്കുന്നു. ദെൻ നമ്മൾ ഇൻഹെയിൽ ചെയ്ത് താഴേക്ക് വരുന്നു. നമ്മുടെ ലെഫ്റ്റ് ഫിംഗേഴ്സ് നോക്കുന്നു, ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. എക്സ്ഹെയിൽ ചെയ്യുക. ദെൻ നോർമൽ പൊസിഷനിലേക്ക് വരിക. വീണ്ടും സ്റ്റാൻഡ് പൊസിഷനിൽ നിൽക്കുന്നു. റിലാക്സ്ഡ് ആവുന്നു. ദെൻ വീണ്ടും കാൽ രണ്ടും അകത്തി പിടിക്കുന്നു. അതിനുശേഷം കൈ രണ്ടും നേരെ ഷോൾഡർ ലെവലിലേക്ക് വെക്കുന്നു. ലെഫ്റ്റ് ആംഗിൾ 90 ഡിഗ്രി തിരിക്കുന്നു. ദെൻ ഇൻഹെയിൽ ചെയ്യുക. ദെൻ സ്ലോലി എക്സ്ഹെയിൽ ചെയ്ത് ലെഫ്റ്റിലേക്ക് ബെൻഡ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ റൈറ്റ് ഫിംഗേഴ്സിലേക്ക് നോക്കുന്നു. ദെൻ മെല്ലെ നമ്മുടെ ഇൻഹെയിൽ ചെയ്ത് വരുന്നു. ദെൻ എക്സ്ഹെയിൽ ചെയ്ത് നമ്മുടെ നോർമൽ പൊസിഷനിലേക്ക് നിൽക്കുക.
ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ പോസ് അല്ലെങ്കിൽ ത്രികോണാസന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് വൃക്ഷാസനയും അതുപോലെ തന്നെ ത്രികോണാസനയുമാണ് ചെയ്തത്. അതിന് മുമ്പ് നമ്മൾ നമ്മുടെ വാമപ്പ് സെഷൻ ചെയ്തു. നമ്മുടെ നോസിന് വേണ്ടുന്ന എക്സസൈസ് നമ്മൾ കൊടുത്തു, നമ്മുടെ ഹിപ്പിന് വേണ്ടുന്നത് കൊടുത്തു, നമ്മുടെ ആങ്കിൾസ് അതുപോലെ നമ്മുടെ ഫിംഗേഴ്സിന് വേണ്ടുന്ന ഷോൾഡറിന് വേണ്ടുന്ന എക്സസൈസ് എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രയാങ്കിൾ പോസും അതായത് ത്രികോണാസനയും വൃക്ഷാസനയും നമ്മൾ ചെയ്തത്. ഓക്കെ, അടുത്തത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ശവാസന ചെയ്യാനായിട്ട് പോവാണ്. അതിനുവേണ്ടി റിലാക്സ്ഡ് ആവുക. അതിനുശേഷം സ്ലോ ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയി ദെൻ സ്ലോലി നമ്മൾ നിലത്തിരിക്കുന്നു. അതിനുശേഷം ജസ്റ്റ് നമ്മൾ കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചുകൊണ്ട് പുറകിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിടക്കാം. കൈ ഇങ്ങനെ നിവർത്തി പിടിക്കുന്നു. സ്ലോലി വളരെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക. നോർമൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. സ്ലോ ആയിട്ട് ഫുൾ ബോഡീനെ റിലാക്സ് ചെയ്യിക്കാനാണ് ഇത് ചെയ്യുന്നത്. ദെൻ വീണ്ടും നമ്മൾ ഇരുന്നത് പോലെ മെല്ലെ എണീറ്റ് ഇരിക്കുന്നത്. സ്ലോലി നമ്മൾ റിലാക്സ്ഡ് ആവുന്നു. ദെൻ മെല്ലെ എഴുന്നേൽക്കുന്നു. നമ്മൾ ശവാസനയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ യോഗ ആസനാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡ് കുറേ കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സും അതുപോലെ മെൻ്റൽ സ്ട്രെങ്തും ഒക്കെ നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്തുവാനും പല രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടുവാനും നമുക്ക് യോഗ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ക്ലാസ് ഇൻ എ സിംഗിൾ ലൈൻ ഫോൾ ഇൻ. ഓക്കെ, നമുക്ക് അറ്റൻഡൻസ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഒരാൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വരണം, വന്നിട്ട് ഇതിൻ്റെ ഈ ക്ലാസ്സിൻ്റെ റിവ്യൂ പറയണം. ഒരാൾ പോര്. ഓക്കെ, റിവ്യൂ പറയാം. ഓക്കെ, ഈ ഗ്രൂപ്പിലേക്ക് തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യോഗ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളിത് ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ് ഡിസ്പേഴ്സ്ഡ്. എല്ലാവരും ക്ലാസ്സുകളിലേക്ക് പോവുക. താങ്ക് യു.